റോയൽ സിൽക്സ്, റോയൽ ജംഗ്ഷൻ, TB റോഡ്, ഒറ്റപ്പാലം. വരും തലമുറയ്ക്കാണ് പൊതുബോധം നൽകേണ്ടതെന്ന് സംവിധായകൻ ലാൽ ജോസ് പറഞ്ഞു. മുതിർന്നവർക്ക് ഇനി ബോധവൽക്കരണം നൽകേണ്ടതില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഷൊർണൂർ നഗരസഭയിൽ കുട്ടികളുടെ ഹരിതസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മൾ ജനങ്ങളെ പറപ്പിച്ച് കളയും പുറത്തേക്ക്. ഞാനടക്കം ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് സ്വച്ഛ ഭാരത മിഷന്റെ ഒക്കെ അംബാസഡറായിട്ട് നിൽക്കുമ്പോൾ അംബാസഡർ എന്നൊക്കെ വിളിക്കപ്പെടുമ്പോൾ ഒരു ചെറിയ കുറ്റബോധമുണ്ട്. നമ്മൾ എത്രയോ കാലം ഓറഞ്ചൊക്കെ തിന്നിട്ട് ചെയ്യുന്ന പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ചെയ്യാൻ അതൊരു ക്രൈമാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. അത് കുട്ടിക്കാലത്ത് പഠിക്കണം. ഇപ്പൊ ഇന്ന് വന്നപ്പോൾ ചെയർമാൻ പറഞ്ഞു കുട്ടികളാണ് മുഴുവൻ എന്ന് പറഞ്ഞു. നമ്മൾ കുട്ടികളാണ് വേണ്ടത്. എൻ്റെ പ്രായമുള്ള മണ്ണുണ്ണികളൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? എന്നെ പോലുള്ള ഒരു 1000 പേരോട് ഇരുന്നിട്ട് അവരെ ഞാനിത് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർ എന്തെങ്കിലും ചെയ്യില്ലേ? അത് കതിരിൽ വളം വയ്ക്കുന്നത് പോലെയാണ്. ക്യാച്ച് ദം യങ്. കുട്ടികളെ പിടികൂടുക, അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. വാഹനം ഓടിക്കേണ്ടത് എങ്ങനെയെന്ന് വിദ്യാഭ്യാസമുള്ള യുവക്കൾക്ക് പോലും അറിയുന്നില്ല. കഴിഞ്ഞ ദിവസം മനുഷ്യരിലുണ്ടായ അപകടം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയായിരുന്നു ലാൽ ജോസ് ഇക്കാര്യം പറഞ്ഞത്. അതുപോലെ ഈ റോഡിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതും കൂടി നമ്മൾ പഠിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഈ മനുഷ്യരിയിൽ ഒരു പെൺകുട്ടി അപകടത്തിൽ പെട്ടു. സ്കൂട്ടർ ഓടിച്ച് പോകുന്നൊരു ചെറുപ്പക്കാരി പെൺകുട്ടി ബസ് ഇടിച്ചു. അതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. എങ്ങനെയാണ് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ റോഡിൽ വണ്ടി ഓടിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ആ ബസ്സുകാരൻ നേരെ പോയിക്കൊണ്ടിരിക്കുന്നു, തൊട്ടടുത്തുനിന്ന് ബസ്സിൽ നിന്ന് ഏതാനും വാരം മുമ്പിൽ വെച്ചിട്ട് ഈ വണ്ടി ക്രോസ് ചെയ്യണം. അപ്പൊ ഇത് പറഞ്ഞു കൊടുത്തത് മനസ്സിലാവില്ല. ഒരു നാഷണൽ പെർമിറ്റ് ലോറിയുടെ ക്യാബിനിൽ കുട്ടികളെ ഇരുത്തിയിട്ട് ഒരു 100 മീറ്റർ ഒന്ന് ഇരുത്തി കൊണ്ടുപോകണം. ഞാൻ നാഷണൽ പെർമിറ്റ് ലോറിയുടെ ക്യാബിനിൽ ഇരുന്നിട്ട് ദീർഘദൂരം യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ഹിച്ച് ഹൈക്കിങ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ തമ്പ് കാണിച്ച് ലിഫ്റ്റ് ചോദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ലോറിയുടെ നാഷണൽ പെർമിറ്റ് ലോറികളുടെ മുമ്പിലെ ക്യാബിനിൽ ഇരുന്നാൽ ഈ ഡ്രൈവർക്ക് ഒരു 0 പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ്സ് ഉണ്ട്. അയാൾക്ക് അവിടെ എന്ത് നടന്നാലും ഒന്നും കാണില്ല. പടച്ചോന്റെ താങ്ങിലാണ് പല സ്കൂട്ടറുകാരും ബൈക്കുകാരും ഒക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. ഇവരുടെ അഭ്യാസം മുഴുവൻ കാണിക്ക് ഈ ഡ്രൈവർക്ക് കാണാൻ പോലും പറ്റാത്ത 0 പോയിന്റിലാണ് കിടങ്ങനെ വെട്ടിച്ച് ഇങ്ങനെ കിടത്തിയിട്ടൊക്കെ വണ്ടി എടുത്ത് കൊണ്ടുപോകുന്നത്. അവൻ്റെ ഒക്കെ തന്തയും തള്ളയും ചെയ്ത ഭാഗ്യം കൊണ്ടാണ് അവരൊക്കെ ചാവാത്തത്. ചത്താ കുഴപ്പമില്ല, കുഴിച്ചിട്ടാൽ മതി. സ്വച്ഛഭാരതുണ്ട്, നന്നായി കുഴിച്ചിട്ടുള്ളൂ. വാതക ഇതിലിട്ട് കത്തിച്ചു. പക്ഷെ ഇത് നടുവൊടിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ വർഷങ്ങളോളം കിടക്കുന്ന കിടപ്പ് രോഗികളെ നമ്മൾ കാണാൻ പാലിയേറ്റീവ് പരിപാടികളുടെയൊക്കെ ഭാഗമായിട്ട് പോകും. അപ്പൊ ഇതൊക്കെ ചെറുപ്പത്തിലെ പറഞ്ഞ ഒരു ബോധ്യം ഉണ്ടാക്കണം. കുട്ടികളോട് തന്നെയാണ് ഇതൊക്കെ സംസാരിക്കേണ്ടത്. ഭാരതപ്പുഴയിൽ പോലും മാലിന്യം വലിച്ചെറിയുന്നതിനാൽ തെരുവു നായ്ക്കളുടെ അക്രമം നേരിടേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭയുടെ സ്വച്ഛ് അംബാസിഡർ കൂടിയാണ് ലാൽ ജോസ്. സ്വച്ഛ് വാർഡ്, ആത്മനിർഭർ വാർഡ്, സ്വച്ഛതാ ചാമ്പ്യൻ പ്രഖ്യാപനം എന്നിവയും അദ്ദേഹം നടത്തി. മത്സരത്തിൽ 1ാം സ്ഥാനത്തിന് അർഹമായത് സെന്റ് ആന്റണീസ് സ്വച്ഛതാ അംബാസിഡറിൽ നിന്ന് വാർഡ് കൗൺസിലർ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ച ശേഷമാണ് ഉദ്ഘാടന പരിപാടിയിലേക്ക് ലാൽ ജോസ് എത്തിയത്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നഗരസഭ ആരംഭിച്ച സന്ദർശക പഠന കേന്ദ്രവും മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് വരാൻ മടിക്കുന്ന സ്ഥലത്താണ് ശുചിത്വം ഉറപ്പാക്കി ഇത്തരം കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ SG മുകുന്ദൻ, KM ലക്ഷ്മണൻ, P ജിഷ, K കൃഷ്ണകുമാർ, ഫാത്തിമത്ത് ഫർസാന, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ G വരുൺ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയിലെ 25ഓളം വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ സ്കൂളുകളിലെയും പരിസരത്തെയും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് ശേഷം നഗരസഭാ അധ്യക്ഷൻ മറുപടി നൽകുകയും ചെയ്തു. മാലിന്യ സംസ്കരണ തൊഴിലാളികൾക്കൊപ്പം സ്വന്തം ഫോണിൽ സെൽഫി എടുത്താണ് അദ്ദേഹം മടങ്ങിയത്.
.view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.